ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം സ്വയം നടത്തിയതാണ്, സ്വയം സ്ഥാനാർത്ഥിയാകാനുള്ള നീക്കം നടത്തിയതാണ്. അതിന് തെളിവ് ഇയാൾ ഹാജരാക്കട്ടെ. ഞാൻ സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിൻ്റെ തെളിവ് ഹാജരാക്കട്ടെ. എന്നോട് VD സതി പ്രതിപക്ഷ നേതാവ്, അവർ ചർച്ചയിൽ പങ്കെടുത്തവരാണ് അവിടെ നിൽക്കുന്നത്, പ്രതിപക്ഷ നേതാവ് പറഞ്ഞൊരു നിങ്ങളുടെ പേര് പരിഗണിക്കും, തരാമെന്നോ നിങ്ങൾ ഉറപ്പാണെന്നോ ഒന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്ന് കഴിഞ്ഞ 4 ദിവസമായി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങളെ പരിഗണിക്കുന്നേ പറഞ്ഞിട്ടുള്ളൂ. ആ പരിഗണന സ്ഥാനാർത്ഥിത്വമായി മാറിയേക്കാം. അപ്പോൾ അതിൻ്റെ തയ്യാറെടുപ്പ് നടത്തിയ സംഘടനയാണ്. അവർ പണം സമാഹരിച്ചു വെച്ചു. വൈക്കത്ത് ഒരു പ്രവർത്തനവും ഞങ്ങൾ നടത്തിയിട്ടില്ല, ഒരു പ്രവർത്തനവും നടത്തിയിട്ടില്ല. എനിക്ക് സ്വന്തം നിലയിൽ എനിക്ക് ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ എത്ര രൂപ മുടക്കണമെങ്കിലും അതിൻ്റെ സാധ്യത, അത് എൻ്റെ കയ്യിലുള്ള എൻ്റെ ബന്ധുബലം കൊണ്ട്, എൻ്റെ സുഹൃത്ത് ബലം കൊണ്ട് എത്ര കോടി രൂപ വേണമെങ്കിലും ഉണ്ടാക്കാൻ കഴിയുന്ന ഒരാളാണ് ഞാൻ. അജയ് തറയിലിനെ പോലെ ഒരാളല്ലേ. അത് ഈ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ യുക്തിരാഹിത്യമാണ്. അയാൾ ഇത് യഥാർത്ഥത്തിൽ ഇവർ വെല്ലുവിളിക്കുകയാണ്. കേരളത്തിലെ ദളിതരെയാണ് ഇവർ വെല്ലുവിളിക്കുന്നത്. ഇവർ ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല, കേട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ കേരളത്തിലെ ദളിതരെയാണ് ഇവർ വെല്ലുവിളിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ പ്രസ്താവനകളെ ഇത്തരം പ്രസ്താവനകളാണ് ഈ അജയ് തറയിൽ പോലുള്ളവർക്ക് വളം വെച്ച് കൊടുക്കുന്നെന്ന് തോന്നുന്നു. അജയ് തറയിലിനെ കോൺഗ്രസ്സുകാർ ഏർപ്പാടാക്കിയതായിരിക്കും ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തുള്ളൊരു പ്രശ്നം എത്രയേ ഉള്ളൂ, ഈ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് വ്യക്തിപരമായ അധിക്ഷേപത്തിൻ്റെ കാര്യമില്ല. ഞാനതുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു പ്രതികരണത്തിലും ഒരാളെയും കുറ്റപ്പെടുത്തിയില്ല. ഞാൻ പറഞ്ഞൊരു കാര്യം, ഇത് രാഷ്ട്രീയമായിട്ട് മാത്രമേ മനസ്സിലാക്കുന്നുള്ളൂ. ഫലത്തിൽ ഇവരിപ്പോൾ ഇത് വ്യക്തിപരമായി ആക്ഷേപിക്കുന്നു, പണം അടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ അജയ് തറയിലിൻ്റെ ഉള്ളിലുള്ള ദളിതരെന്ന് പറയുന്നത് അർത്ഥപട്ടിണിക്കാരായ കുറേ മനുഷ്യർ മാത്രമാണ്. അല്ലാത്ത മനുഷ്യരുണ്ട് കേരളത്തിൽ. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസ്സുകാർ പണം തരുമെന്ന് വിചാരിച്ചോ, ഇതിനു വേണ്ടി പിരിവെടുക്കാമെന്ന് വിചാരിച്ചല്ലോ. ഇതൊരു ജനതയുടെ പ്രാതിനിധ്യത്തിന് വേണ്ടിയുള്ള ഒരു സമരമെന്ന നിലക്കാണ് എടുത്തത്. മത്സര രംഗത്തുണ്ടാവുക ആ പ്രാതിനിധ്യം ഉറപ്പിക്കാൻ ഇപ്പോൾ ഇങ്ങനെ ഒരു വെല്ലുവിളി കൂടി വന്ന സാഹചര്യത്തിൽ ഒരു മത്സരത്തിലേക്ക് പിന്മാറാതെ മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട്. കേരളത്തിൽ പല സ്ഥലത്തും മത്സരിച്ചേ പറ്റാത്തുള്ളൂ, അതുണ്ടാവും. ഇതിനകത്തുള്ളൊരു പ്രോബ്ലം, UDF എന്നോട് ഇതൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ വെറുതെ പറഞ്ഞു കിടന്നാണ് എന്നാണ് പറഞ്ഞത്. ഇതങ്ങനെ പറയുന്നത് തികച്ചും അധിക്ഷേപകരമായൊരു കാര്യമാണ്. ഒരു വ്യക്തിയെ അധിക്ഷേപിക്കുക, എനിക്കെന്ത് കാര്യം? വൈക്കം തോക്കുന്ന സീറ്റാണ്, അത് തിരഞ്ഞെടുത്തെന്നാണ് പറഞ്ഞത്. വൈക്കത്ത് ജയിക്കുമെന്ന്, അതുകൊണ്ടാണ് വൈക്കത്ത് ഞാൻ സ്ഥാനാർത്ഥിയാകാമെന്ന് പറഞ്ഞത്. വൈക്കത്ത് ഇവർ നിന്നാൽ തോറ്റുപോകും, പക്ഷേ ഞങ്ങൾക്ക് ജയിക്കാൻ പറ്റുമോ അവിടെ? അല്ലാണ്ട് തോക്കുന്ന സംഭവം തിരഞ്ഞെടുത്ത് കാശടിച്ച് അതൊക്കെ അവരുടെ ജോലിയാണ്, ഞങ്ങളുടെ ജോലി അതൊന്നുമല്ല. അവിടെ ഫലത്തിൽ കേരളത്തിലെ ദളിതരെ വെല്ലുവിളിക്കുന്ന ഈ പരിപാടി അവസാനിപ്പിച്ചോണം. അതാ കോൺഗ്രസ് നേതാക്കളോട് എനിക്ക് പറയാനുള്ളത്. ദളിതരെ അധിക്ഷേപിക്കുകയും അവരെ വെല്ലുവിളിക്കുകയും ചെയ്യുന്ന ഈ പരിപാടി അവസാനിപ്പിക്കും. വൈക്കത്തെ സ്ഥാനാർത്ഥി നിർത്തണമെന്നുള്ള കാര്യമൊക്കെ ഞങ്ങൾ സംഘടനാപരമായിട്ട് ആലോചിച്ചിട്ട് ചെയ്യും. ഇതിനകത്ത് സ്ഥാനാർത്ഥികളുണ്ടാകും. അപ്പോൾ അത് ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ ഉണ്ടാകും. അല്ല, ഞാൻ പറഞ്ഞൊരു കാര്യം, ഇന്ന് പത്രസമ്മേളനം നടത്തി. സ്വാഭാവിക പിന്തുണ UDFന് കൊടുക്കുമെന്ന് പറഞ്ഞ ഒരു മൂവ്മെൻ്റാണിത്. അവരെയാണ് ഈ ആക്രമിക്കുന്നത്, അധിക്ഷേപിക്കുന്നത്. അതുകൊണ്ട് അത് അടിയന്തരമായിട്ട് നിർത്തിക്കോണം. വ്യക്തിപരമായ ആക്ഷേപത്തിന് ഞാൻ നിയമ നടപടി സ്വീകരിക്കണം. ഞാൻ തൽക്കാലം മത്സരരംഗത്ത് നിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല. തൽക്കാലം അതിവരെ പേടിച്ചിട്ടൊന്നുമല്ല, അവരങ്ങനെ വിചാരിക്കൊന്നും വേണ്ട. ആൾക്കാർ സംഘടന ഇല്ലാത്ത സ്ഥലങ്ങളിലും സ്ഥാനാർത്ഥികളുണ്ടാകുമെന്നേ, അത്രയും ഒരു പ്രതിഷേധം ഈ കാര്യത്തോടുണ്ട്. ആ പ്രതിഷേധത്തെ പർവ്വതീകരിക്കുന്ന, വലുതാക്കുന്ന പണിയിലാണ് ഇപ്പോൾ ഇവർ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതായിക്കോട്ടെ, അതൊക്കെ അവരുടെ കാര്യം. എന്നെ ചീത്ത വിളിച്ചാൽ ദളിത് വോട്ട് കിട്ടുമെന്നാണ് അജയ് തറയിൽ വിചാരിക്കുന്നെങ്കിൽ അയാളത് ചെയ്തോട്ടെ. പക്ഷേ ഈ ജനതയെ വെല്ലുവിളിക്കുന്ന പരിപാടി അവസാനിപ്പിക്കണം എന്നാണ് ഞാൻ പറയുന്നത്.